ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെല്ലാവർക്കും ഉണ്ടോ എന്നെനിക്കറിയത്തില്ല, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ തുടങ്ങിയ അപ്പം എന്നേലും തടസ്സം വരും. ഇന്ന് രാവിലെ എണീറ്റപ്പം ഇളയ കൊച്ചിന് ഭയങ്കര പനി. ഇപ്പോഴാണെങ്കിൽ ഈ കണ്ട എവിടെ നിന്നില്ലാത്ത പനികളെല്ലാം ഉള്ളതുകൊണ്ട് എനിക്കാണെങ്കിൽ ടെൻഷൻ കയറാൻ തുടങ്ങി. എല്ലാ അമ്മമാർക്കും അങ്ങനെയായിരിക്കും. മക്കളുടെ മേലൊന്ന് കായാൻ തുടങ്ങിയ ടെൻഷൻ. എനിക്കും അങ്ങനെ തന്നെയാണ്. ഓൾറെഡി ആൻസൈറ്റിയും ഡിപ്രഷനും ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഇതെല്ലാം കൂടെ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങ് കയറും. അപ്പോൾ പിന്നെ രാവിലെ തന്നെ ഡോക്ടർ വരുന്നതിന് മുന്നേ തന്നെ ആശുപത്രിയിലെത്തി കൊച്ചിനെ കാണിച്ച് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് ചെറിയ ഇൻഫെക്ഷനുണ്ട്, ആൻറ്റിബയോട്ടിക്സൊക്കെ മേടിച്ച് വീട്ടിൽ വന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഡയറ്റിൻ്റെ കാര്യമൊക്കെ കണക്കാണ്. അപ്പോൾ പിന്നെ രാവിലെ വന്നു കഴിഞ്ഞപ്പം ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ സമയം ഒരു 12 മണിയായി. അപ്പോഴാണ് ഞാൻ എന്തെങ്കിലും ഒന്ന് കഴിക്കുന്നതും കുടിക്കുന്നതും. ഞാൻ അന്നേരം ഒരു ചൂട് കാപ്പി അങ്ങ് ഉണ്ടാക്കി കുടിച്ചു. അതിനുശേഷം ഇപ്പോൾ പിന്നെ ഒരുപാട് അസുഖങ്ങളൊക്കെ അതിൻ്റെ പുറത്തുനിന്നൊന്നും മേടിച്ച് കഴിക്കരുത്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡർ എല്ലാവരുടെ അടുത്തുനിന്നും ഉള്ളതുകൊണ്ട് എന്നാൽ പിന്നെ കൊച്ചിനെയൊക്കെ ഒന്ന് ഉറക്കി കിടത്തിച്ച് വീട്ടിലുള്ള എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പം കഞ്ഞിയും ഒരു മുതിരത്തോരനും കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട്, അതും എടുത്ത് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഉണ്ടാക്കുകയാണേലും എൻ്റെ മനസ്സിലാകും ഭയങ്കര ടെൻഷനാണ്. ഇന്നാണെങ്കിൽ മൂത്ത കൊച്ചിനെ സ്കൂളിലും വിട്ടില്ല. ഈ എന്തെങ്കിലും വരുമ്പോഴത്തേനും ആദ്യം കയറിയിട്ട് ഒന്നും പറയണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയാണോ? എനിക്കങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ എന്നെ എപ്പോഴും എൻ്റെ വീട്ടുകാർ വഴക്ക് വരാറുണ്ട്. എന്തിനാ ഇതുപോലെ കൊച്ചിനെ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഡോക്ടർ, പുള്ളിക്കാരി കുറച്ച് പ്രായമുള്ളൊരു ഡോക്ടറാണ്. പുള്ളിക്കാരി എന്നോട് ചോദിക്കും, എന്തിനാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണേന്ന്. പക്ഷേ അതെനിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഒന്നാമത് അതായത് മക്കളുടെ അച്ഛൻ അപ്പം ഞങ്ങളുടെ കൂടെ ഇല്ല, ആഫ്രിക്കയിലാണ് ഉള്ളത്. അപ്പോൾ പിന്നെ അത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്ന ഈ പ്രവാസി ഭാര്യമാരുടെ ഒരു പ്രത്യേകതയാവാം, അല്ലെങ്കിൽ എല്ലാ അമ്മമാരും ഇങ്ങനെയാവാം, എനിക്കറിയില്ല. എനിവേ ഞാൻ ഇങ്ങനെയാണ്. എനിക്കത് മാറ്റണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ അത് സാധിക്കുന്നേ ഇല്ല. പിന്നെ കറികളൊക്കെ ഉണ്ടാക്കി. അപ്പോഴത്തേനും അമ്മ കുറച്ച് മുട്ട പൊരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കഞ്ഞിയും മുതിരത്തോരനും ചിക്കനും ചമ്മന്തിപ്പൊടി ഞങ്ങൾ മേടിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. അതും മുട്ടയും കൂടെ ഞാൻ കഴിച്ചു. ഇളയാൾ ഉറങ്ങുവാണ്. അപ്പോൾ മൂത്തയാൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി എടുത്തപ്പോൾ അവൾക്ക് കഞ്ഞി ഇഷ്ടമല്ല. ചോറിനകത്ത് വെള്ളം കണ്ടു എന്നും പറഞ്ഞുകൊണ്ടുള്ള തുള്ളലാണ് ഈ തുള്ളുന്നത്. അവസാനം പിന്നെ ഞാൻ കൊണ്ടുപോയിട്ട് ആ വെള്ളം കുറച്ച് ഊറ്റിക്കളഞ്ഞ് അവളെ പറ്റിച്ച് ചോറാണെന്നും പറഞ്ഞ് ആ കഞ്ഞിക്കകത്തെ ചോറെടുത്ത് കൊടുത്തു. അവൾ ഓക്കെ ശരി സമ്മതിച്ച് അരമോളലൊക്കെ മൂടി. എന്നെ അങ്ങനെ പറ്റിക്കാനൊന്നും പറ്റത്തില്ല, എന്നാലും ഞാനങ്ങ് സമ്മതിച്ചേക്കാമെന്നും പറഞ്ഞ് എന്തൊക്കെയോ തക്കിട പറഞ്ഞ് കഴിക്കുക. ഈ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, ഞാൻ നാളെ സ്കൂളിൽ പോവില്ലേ എന്ന്. വീട്ടിലൊരാൾക്ക് പനി ആയതുകൊണ്ട് ഞാൻ എന്തായാലും ഓർത്തു, ഇനിയിപ്പം എന്തൊക്കെ തന്നെയാണെങ്കിലും എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ സ്കൂളിലൊക്കെ പോയിട്ട് മറ്റു മക്കൾക്കൊന്നും പിടിക്കണ്ടല്ലോ. അതുകൊണ്ട് നമ്മുടെ ആളെ വീട്ടിൽ തന്നെ ഇരുത്തിയേക്കാമെന്ന് ഓർത്തു. അങ്ങനെ അവളെ ഒന്ന് കഴിപ്പിച്ച് കുറച്ച് നേരം ഉറക്കാൻ കിടത്തി. ഞാനപ്പോൾ അവൻ്റെ മെഡിസിൻസൊക്കെ ഒന്ന് നോക്കി പോക്കുമ്പോൾ പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ ഇളയാളിങ്ങനെ എണീറ്റ് വന്നു. ഭയങ്കര ക്ഷീണമാണ്. ഇപ്പോഴത്തെ പനി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണ്. അങ്ങനെ ഇപ്പോൾ മൂത്തയാളും കൂടെ എണീറ്റ് വന്നു. അവൻ്റെ സൗണ്ടൊക്കെ കേട്ട് കഴിഞ്ഞപ്പം അങ്ങനെ 2 പേരും കൂടെ ഓരോ കുരുത്തക്കേട് ഒപ്പിക്കുക. കുറച്ച് നേരമായിട്ട് സൗണ്ടൊന്നും കേൾക്കുന്നില്ല. അത് ഞാൻ ചെന്ന് നോക്കിയപ്പം എൻ്റെ മൂത്തയാളുടെ കലാപരിപാടി കണ്ടോ, മേടിച്ച് കൊടുത്ത ഒരു സ്ലേറ്റും അല്ല ബോർഡും അല്ല, അങ്ങനത്തെ ഒരു സാധനം, അതിന് മൊത്തം നെയിൽ പോളിഷാക്കി വെച്ചു. അപ്പോഴത്തേനും അമ്മ സന്ധ്യയ്ക്ക് വിളക്കൊക്കെ വെച്ചു. 2 പേരും പിടിച്ചിരുത്തുന്നുണ്ട്. ഇതൊക്കെ ഈ മുത്തശ്ശിമാരുടെ പരിപാടികളല്ലേ. ആയിക്കോട്ടെ, ഞാനും അതിന് ഓക്കെ പറഞ്ഞ് 2 പേരും കൂടെ അതിനിരിക്കുകയാണ്. പിന്നെ ചായ കുടിക്കാനും അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഡിന്നർ ഭയങ്കര ലൈറ്റായിട്ട് മതി. ഞാൻ ബ്രെഡ് പൊരിക്കാമെന്ന് വിചാരിച്ചു. ബ്രെഡും മുട്ടയ്ക്കകത്ത് ലേശം പാലും ഒഴിച്ച് കുറച്ച് ഷുഗറും ഇട്ടിട്ട് ബീറ്റ് ചെയ്ത് ബ്രെഡും കൂടെ മുക്കിയിട്ട് ബട്ടറിൽ ജസ്റ്റ് പൊരിച്ചെടുക്കും. പിന്നെ ഞാൻ കഴിച്ചത് നമ്മുടെ ഹെയർ ഫോളിൻ്റെ എള്ളുണ്ടയാട്ടോ. ഭയങ്കര രസമാണ്, ഭയങ്കര ടേസ്റ്റിയുമാണ്. അങ്ങനെ ഇന്നത്തെ ഡിന്നറും കഴിഞ്ഞ്. അപ്പോൾ ബൈ.